സംഭവം എല്ലാവരും വിചാരിക്കും ആദ്യം തന്നെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അതൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലം, ഒരു 3 വർഷം മുന്നേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ടായിരുന്നത് ഫാർമ അൽഗോരിതം എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് RX കോഫി ആക്കി. അപ്പൊ ഞാനത് യുഎക്ക് ഒരു ജോബിനായിട്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മുഖം റിവീൽ ചെയ്യാൻ കുറച്ച് അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു വന്നപ്പോൾ ടൈമിൽ തന്നെ. പക്ഷെ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനായി. അപ്പോഴാണ് ഞാനിങ്ങനെ ഈ ഒരു കാര്യം ഷിബു ബ്രോയിൻ്റെ അടുത്ത് പറഞ്ഞത്. ആള് നമ്മുടെ യുഎയിലെ ഒരു കീമോ ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ഇൻട്രസ്റ്റഡ് ആയി. കാരണം ആള് പറഞ്ഞു എനിക്ക് ഇത്ര ഒരു എക്സ്പീരിയൻസ് വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ നഫത്തിനോട് ഒരു ബിഗ് താങ്ക് യു. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം തന്നെ കുറേ ആൾക്കാർക്ക് കീമോ ഫാർമസിസ്റ്റിൻ്റെ ജോബ്, അവരുടെ ആ ഒരു വർക്ക് ഏരിയ ഒന്നും ഒരു ഫെമിലിയർ അല്ല. കാരണം വളരെ കുറച്ച് പേരെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു എക്സ്പോഷർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ നഫത്ത് ചോദിച്ചപ്പോൾ ഉടനടി സമ്മതിച്ചത്. ഇത് ഇനി വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പോൾ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വരാറ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ തന്നെ അവർ പറയാറ് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ UAE 2010 വന്നത്. പിന്നെ ഫസ്റ്റ് UAE ദുബായ് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തത്, ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഫാർമസിയിൽ. അത് ഒരു 3 വർഷം വർക്ക് ചെയ്തു. പിന്നെ അബുദാബി ചേഞ്ച് ചെയ്തു. റീറ്റെയിലാണ് 3 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് റീറ്റെയിലായിരുന്നു. 10 ഇയേഴ്സ്. പിന്നെ ഇപ്പോൾ 5 ഇയേഴ്സ് ആയിട്ട് കൂടുതൽ ഒരു 10 ഇയേഴ്സ് ഒക്കെ റീറ്റെയിലിൽ വർക്ക് ചെയ്താൽ സെയിൽസിൽ ഭയങ്കര സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരാളാവും. പിന്നെ എങ്ങനെ ഈ IP-ക്ക് വരാനുള്ള ഒരു എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ എല്ലാം ഫിക്സഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഡോസ് കാര്യങ്ങളെല്ലാം ഫിക്സഡ് ആണ്. ഒരു IP എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഒരു ഡിഫറെന്റ് ആണ്. നമ്മൾ പഠിച്ചത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇൻപേഷ്യന്റ് ഫാർമസിസ്റ്റ്. അപ്പൊ എനിക്ക് തുടക്കം മുതൽ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റൽ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. 10 ഇയേഴ്സ് എനിക്ക് കിട്ടുന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമുക്ക് ഇൻപേഷ്യന്റിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗവൺമെന്റിൽ ഒരു വേക്കൻസി വന്നത്. കൊറോണ ടൈം ഞാൻ വന്നപ്പോഴാണ് കുറെ പേര് പറഞ്ഞു തന്നെ. കൊറോണ ടൈം കാരണമാണ് കുറെ പേര് രക്ഷപ്പെട്ടത്. ഫാർമസിസ്റ്റ് ഇത്രയും നല്ല ഒരു പോപ്പുലർ ആയത്. ഇൻപേഷ്യന്റിൽ അങ്ങനെയാണ് കയറിയത്. അപ്പൊ വാക്സിൻ ട്രയൽസ് നടന്നിട്ടുണ്ടായിരുന്നു. വാക്സിൻ ട്രയൽസ്, ഈ കൊറോണയുടെ വാക്സിൻ ട്രയൽസ് CNBG ചൈന എന്ന് പറഞ്ഞ കമ്പനിയില് ചൈന കമ്പനി ഇവിടെ വന്നിട്ട് ഹെൽത്ത് അതോറിറ്റി ടൈപ്പ് ആയിട്ട് ഒരു വാക്സിൻ ട്രയൽ നടന്നായിരുന്നു. അതിലാണ് ഞാൻ ഫസ്റ്റ് ഇൻപേഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. പിന്നെ അതിന്റെ phase 3, phase 4, പിന്നെ പീഡിയാട്രിക് ഇതിലെല്ലാം വർക്ക് ചെയ്തു. എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ ഞാനൊരു TL ആയി ടീം ലീഡർ ആയി. പിന്നെ ഞാൻ മാത്രമേ അവിടെ സീനിയർ ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ UAE കോളേജ് പഠിക്കുന്ന തന്നെ ലോക്കൽസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ലോക്കലായി പഠിക്കുന്ന സ്റ്റുഡൻസ് ഫാർമസിസ്റ്റ് തന്നെ. പക്ഷെ അവര് ലൈസൻസ് ഒക്കെ ആയി വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട്. ആവശ്യമില്ലെന്നാണ് കേട്ടത്. അത് പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇൻപേഷ്യന്റ് എക്സ്പീരിയൻസ് ആയി വെരിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ്. അതായത് വെരിഫിക്കേഷൻ എന്നൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഇപ്പോൾ കറന്റ് ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അപ്ലൈ ചെയ്തു. അങ്ങനെ കയറി. പിന്നെ കീമോ ഫാർമസിസ്റ്റ് അല്ല, ജസ്റ്റ് ഇൻപേഷ്യന്റ് ഫാർമസിസ്റ്റ് മാത്രമാണ്. പിന്നെ നമ്മൾ നമ്മളിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഓങ്കോളജി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവിടെ കുറെ പേഷ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ നോർമൽ ഇൻപേഷ്യന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ അവരുടെ മെഡിക്കേഷൻ കൊണ്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നോർമൽ പേഷ്യന്റ്. അപ്പം അങ്ങനെ മെഡിസിനൊക്കെ ഫെമിലിയർ ആയി. പിന്നെ നമ്മളിതിൽ തന്നെ കറന്റ്ലി ഒരു ഓങ്കോളജി ഫാർമസിസ്റ്റ്, കീമോ ഫാർമസിസ്റ്റ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വേക്കൻസി വന്നപ്പോൾ 2 പേർക്ക് ട്രെയിനിങ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ 3 ഇയേഴ്സ് ആയിട്ട് ഈ ഓങ്കോളജി കീമോ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം.
ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓങ്കോളജി പേഷ്യൻസിനും അവർ കണ്ടീഷൻ, സ്റ്റേജ്, പിന്നെ മുന്നേ ചെയ്ത ട്രീറ്റ്മെന്റ്, അതൊക്കെ അനുസരിച്ച് ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. ഏത് പ്രോട്ടോകോൾ? ആ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ പറയുമ്പോൾ കുറെ ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും, അതിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവും. അപ്പൊ അവർക്കും ഇതിലൊരു ഭാഗമായി അവരും, അതായത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഓങ്കോളജി റിലേറ്റഡ് ആണെങ്കിൽ, ഓങ്കോളജി ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവരും ഡോക്ടേഴ്സും കൂടിയിട്ടാണ് ഈ പേഷ്യൻറ്റിനുള്ള പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പ്രോട്ടോകോളിൽ എന്തെല്ലാം ഉണ്ടാകുന്ന വെച്ചാൽ ഈ പേഷ്യന്റ് ത്രൂ ഔട്ട് ദ സ്റ്റേ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേ ഉള്ള സമയത്ത് ഏതെല്ലാം മെഡിക്കേഷൻ, ഓറൽ ആയിക്കോട്ടെ, IV ആയിക്കോട്ടെ, ഈ കീമോ റിലേറ്റഡ് ഏതെല്ലാം മെഡിക്കേഷൻ എടുക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഡോസേജ്, പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, പേഷ്യൻ്റ് ഡെമോഗ്രഫിക്സ് എല്ലാം അതിലുണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യാം. ഡോക്ടർ ഓർഡർ ഇടും ആസ് പെർ ദ പ്രോട്ടോകോൾ. നമ്മളെ ജസ്റ്റ് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തായാലും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഈ ടൈമിൽ നല്ലൊരു വെൽ റെക്രൂട്ടഡ് ഓങ്കോളജി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഓങ്കോളജി ഫാർമസിസ്റ്റ് ആണ്. ഓങ്കോളജി ഫാർമസിസ്റ്റ് ആവണമെങ്കിൽ എന്നിട്ട് നമ്മൾ സെയിം ടൈം ഇവിടെ ട്രൈ ചെയ്യും. ഏതെങ്കിലും ഹോസ്പിറ്റൽ ട്രെയിൻ ചെയ്തിട്ട് കയറാൻ പറ്റും. നാട്ടിൽ നല്ലൊരു ഓങ്കോളജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് 2 കൊല്ലമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് DOH എടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടും. ഈ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനി ഇൻപേഷ്യൻറ്റിൽ ചില വേക്കൻസി ഉണ്ടാകും. നമ്മൾ ഫാർമസിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫീൽഡിലേക്ക് കൺസിഡർ ചെയ്യും, ടീമുമായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഇവിടെ സർട്ടിഫിക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓങ്കോളജി ഫാർമസി നല്ല സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല. ബട്ട് ഇപ്പോൾ DCOP ബോർഡ് സർട്ടിഫൈഡ് ഓങ്കോളജി ഫാർമസിസ്റ്റ്. ചോദിക്കട്ടെ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പാക്കേജ് ഉണ്ടോ? പാക്കേജ് അങ്ങനെ ഫിക്സഡ് പാക്കേജ് ഒന്നുമില്ല. നോർമൽ നമുക്ക് നമ്മളൊരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ നോളജ് ലെവലിൽ നല്ലൊരു ക്ലിനിക്കൽ ഫാർമസിനേക്കാളും കൂടുതലായിരിക്കും ഒരു ഓങ്കോളജി ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ വർക്ക് ചെയ്ത് മെല്ലെ സൂപ്പർവൈസർ ഒരു ഇതിലൊക്കെ നന്നായിട്ട് നല്ല കാര്യങ്ങളൊക്കെ കിട്ടും. ഓങ്കോളജി ഫാർമസിസ്റ്റ് ആയിട്ട് അത് നമ്മൾ ഈ DCOP എക്സാം, ബോർഡ് സർട്ടിഫൈഡ് ഓങ്കോളജി ഫാർമസിസ്റ്റ്, ഇത് അമേരിക്കൻ ബോർഡിൽ നിന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇതിൽ ഓങ്കോളജി സ്പെഷ്യാലിറ്റിയാണ് DCOP. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ DOH തന്നെ നമ്മൾ കറണ്ട് ലൈസൻസ് ഫാർമസിസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഓങ്കോളജി ഫാർമസിസ്റ്റ് മാറ്റും. ഒരു വൈവ കൊടുത്താണ്, ഒരു വൈവ എക്സാം. അല്ല, നമ്മളപ്പോൾ ആദ്യം എക്സാം എഴുതണ്ട DOH എക്സാം ഉണ്ടാവണം. പിന്നെ 4 വർഷം എക്സ്പീരിയൻസ് വേണം. ഓങ്കോളജി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ 4 വർഷം. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് DOHൽ ഓങ്കോളജി ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ഒരു എക്സാം ഉണ്ട്, ഒരു വൈവ എക്സാം. പക്ഷെ അത് നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈറ്റിൽ ഫാർമസിസ്റ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്യും, ഓങ്കോളജി ഫാർമസിസ്റ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓങ്കോളജി സ്പെഷ്യാലിറ്റി ചെയ്ത ഹോസ്പിറ്റലും ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടും. ഒന്നുകൂടെ സാലറി ഒന്നുകൂടെ കൂടും. കാരണം നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള സർട്ടിഫിക്കേഷൻ. ഇത് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല നോളജുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. നല്ല സ്റ്റഡി നന്നായിട്ട് പഠിച്ച് അത്യാവശ്യം ഇവരുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഒരു ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ അല്ല. ഇപ്പോൾ കൂടുതൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ ഈ ഫീൽഡിൽ കൂടുതൽ ലേഡീസാണ്. പണ്ട് നമ്മൾ പറഞ്ഞിട്ടാണ് കളിയാക്കിയിട്ടൊക്കെയാണ് ഈ കോഴ്സിൽ കയറുക. കാരണം ലേഡീസിന് ഇവിടെ വരുമ്പോഴും ഇത് വർക്ക് ചെയ്യുമ്പോഴും കുറച്ചുകൂടി കംഫർട്ടായിട്ട് നല്ലൊരു പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടാൻ ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഹോസ്പിറ്റൽ കോഴ്സും കൂടെ അലോഡാണ്. മുന്നേ പറഞ്ഞ പോലെ ചില ഹോസ്പിറ്റലിൽ ഫീമെയിൽസിന് അലോഡാണ് കീമോ പ്രിപ്പറേഷൻ, അങ്ങനെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്കിനെ അധികം ആരും സെലക്ട് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇൻപേഷ്യൻ ഫാർമസിസ്റ്റ് ആയിട്ട് പോലും കണ്ടത്. കീമോ ഫാർമസിസ്റ്റ് ആളുകൾ തന്നെ റയറാണ്. എനിക്ക് തോന്നുന്നു അധികം ഇന്ത്യൻസ് ഇല്ല, ഇന്ത്യൻസ് കമ്മിയാണ്. കാരണം ഈ ഒരു കീമോ ഫാർമസിസ്റ്റ് കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ വേറെ പാകിസ്ഥാൻ, ഇങ്ങനെ മീൻസ് അറബിക് ലാംഗ്വേജ് സ്പീക്കേഴ്സ് തന്നെയാണ് കൂടുതൽ കണ്ടത്. ഇന്ത്യൻസ് കമ്മിയാണ്. അതിൽ ഒരു മലയാളി സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഷിബു ബ്രോ ഇവിടെ വന്ന് ഇത് പറഞ്ഞു തരുന്ന സംഭവം എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിന് നല്ലൊരു ടോപ്പിക്ക് കിട്ടുമെന്ന് തന്നെ റയറാണ്. ആ ടോപ്പിക്കിൽ സംസാരിക്കാൻ, കാരണം ആൾ പറയുന്ന ഓരോ വേർഡ്സും വേറൊരാൾ കേൾക്കുന്നത് വെരിഫൈ ചെയ്യും. കാരണം ഇത് കേൾക്കുന്ന കൂടുതൽ പേര് ഇത് അറിയണം എന്നുള്ള ആഗ്രഹം. ഇതൊരു ഇൻഫോർമേഷൻ പോലും റോങ് ആയി വേറൊരാൾക്ക് കിട്ടരുത്. ഇതിലെന്തായാലും ഷിബു കറക്റ്റായിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നന്നായത്. എന്തായാലും നമ്മൾ നഫത്തിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എന്നെ ഈ ഇൻ്റർവ്യൂവിനെ വിളിച്ചതിന് വളരെ സോ സൈൻ ഔട്ട്.